BJP സ്പോൺസേർഡ് ക്രിമിനലിസമാണ് ഇപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പൊ കാപ്പ കേസിൽ പ്രതിയാണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR എടുത്തു നോക്കിയാൽ പ്രതിയാണെന്നുള്ളതാണ് നിയമപരമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അല്ല, കാപ്പ കേസിനകത്ത് പോലീസ് ഇന്നലെ പ്രതിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 2-3 മാസമായിട്ട് ഈ ക്രിമിനലായിട്ടുള്ള ഈ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒളിവ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഈ പറയുന്ന കണക്ക് കോർപ്പറേഷൻ കൗൺസിലിൽ ഒരു ജനാധിപത്യപരമായി ഒരു പ്രതിനിധി എന്നുള്ള ഒരു കൗൺസിലർ എന്നുള്ള രൂപത്തിൽ കൗൺസിലിൽ കാണാറില്ല. ഇങ്ങനെ മുങ്ങി പോലീസിനെ വെട്ടിച്ചും തട്ടിച്ചും കുറെ കാലമായി നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒന്നും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒളിവ് ജീവിതത്തിലായതുകൊണ്ട് നടക്കുന്നില്ല എന്ന് ഉള്ളതാണ്. ഇദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ സിറ്റിക്കകത്ത് ഒരു വലിയ മാഫിയവൽക്കരണം, ഒരു ക്രിമിനൽ മാഫിയവൽക്കരണത്തിന്റെ നേതാവായിട്ടാണ് ഈ സുഗതൻ മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവരെ എല്ലാം കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായി ഈ VV രാജേഷ് എന്ന് പറയുന്ന മേയർ നേതൃത്വം കൊടുക്കുന്ന നഗരസഭ മാറിയിരിക്കുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിനും ഈ പറയുന്ന കണക്ക് സ്പോൺസർ ചെയ്യുന്ന RSS ആണ്. ഈ RSSും ഈ കൗൺസിലർഷിപ്പും എന്നൊക്കെ പറയുന്നത് ഈ ക്രിമിനൽസിനെ സംബന്ധിച്ച് ഒരു ബാരിക്കേഡ് പോലെ അവര് ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇയാളെ മാത്രമല്ല, ഇയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു വലിയ സംഘം ക്രിമിനലുകൾ ഇവിടെ ഇപ്പോ സിറ്റിക്കകത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അവരെ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ ഗുണ്ടായിസം സിറ്റിക്കകത്ത് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് CPMന്റെ അഭിപ്രായം. ഈ പറഞ്ഞതുപോലെ ഇതൊരു കാപ്പ ചുമത്തിയ പ്രതിയാണ്, 10ലേറെ കേസുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഒരു കൗൺസിലർ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. സ്വാഭാവികമായിട്ട് അയാളെ എന്താ പുറത്താക്കേണ്ടതാണ്. ഈ മേയർ യഥാർത്ഥത്തിൽ അവര് വലിയ പ്രചരണം നടത്തിയിട്ട് ആണ് അവര് ഈ പുതിയ കോർപ്പറേഷൻ കൗൺസിൽ അധികാരത്തിൽ വരുന്നത്. ഇത്തരം ആക്ടിവിറ്റീസ് ഒന്നും സാധാരണഗതിയിൽ നമുക്ക് ഒരു ചരിത്രം പോലും ഈ ഇത്രയും നാളത്തെ ഒരു കോർപ്പറേഷൻ കൗൺസിലിന്റെ ഒരു ചരിത്രത്തിനകത്ത് ഇങ്ങനെ കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാള് അവിടെ ഇരിക്കുകയും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇതിന്റെ മറവിൽ നടത്തുന്നതും ഇല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇയാളെ അടിയന്തരമായി പുറത്താക്കേണ്ടതാണ്. അതാണ് മറ്റൊരു കാര്യമുള്ളത്. ഇതിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ കുട്ടികളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ യുവതിയെയും ആക്രമിച്ചു എന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ ഭാര്യ ഇന്നലെ പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമാണല്ലോ, ഭാര്യയും മകളും എല്ലാം അച്ഛനും ഭർത്താവിനും വേണ്ടിയിട്ടല്ലേ പറയുള്ളൂ. അവര് അവിടെ നടന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കണ്ടതാണ്. ഇയാള് വീട്ടിലെവിടെ പോകുമ്പോൾ ഒരു വലിയ സംഘം RSSകാർ ഇയാൾക്ക് ചുറ്റുവട്ടം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ പോലീസിന് വിവരം കിട്ടി. പോലീസ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് കോടതിയിൽ നിന്ന് മറ്റ് 2 ഇദ്ദേഹത്തിന്റെ തന്നെ ഈ കൂട്ടുപ്രതികളായിട്ടുള്ളവരെ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം കൊടുത്തിരുന്നു. സ്വാഭാവികമായിട്ട് ഇയാള് ഈ പോലീസിനോട് സഹകരിച്ച് ഈ കാര്യത്തിനകത്ത് ഒളിവിൽ നിന്ന് മാറി പോലീസുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ അതിന് പകരം ആളെ കൂട്ടി ഈ പറയുന്ന പോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ, മദ്യപിച്ചിട്ട് എത്ര ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് കിടന്ന് പോലീസിന്റെ നേരെ കയർത്തതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഭാര്യയും കുട്ടികളും ഒക്കെ പറയുന്നതിനൊന്നും നമ്മൾ ഇത്തരം കേസുകളിനകത്ത് ഇത്തരം ക്രിമിനലുകൾക്ക് ഒരു ഒത്താശ ചെയ്തു കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.